ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ നുണക്കുഴി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബേസൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ നുണക്കുഴി. വലിയ താരനിരയുടെ ഭാഗമായി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ പോസിറ്റീവായിരുന്നു ലഭ്യമായത്. ഒരു അവധി ദിവസമായ ദിവസം ഇന്നലെ നല്ല കളക്ഷനും സിനിമ നേടിയെടുത്തതാണ്. ഇപ്പോഴത്തെ രണ്ടാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച വർക്കിംഗ് ദിവസത്തിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് കാര്യമായ കളക്ഷൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നലെ ഇതേ സമയം 93 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 33 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ 1/3 കളക്ഷനാണ് ഇന്നലത്തെ അപേക്ഷിച്ച് സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ എന്നാണ് കളക്ഷൻ ട്രാക്കിംഗിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യ ദിവസം 1,70,00,000 മുകളിൽ കേരള ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്ന് 1 കോടി രൂപ പോലും കേരളത്തിൽ ഗ്രോസ് ഉണ്ടാകില്ല എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആകെ 2 ദിവസത്തെ കേരള ഗ്രോസ് ആയിട്ട് 2,50,00,000 മുകളിൽ ഗ്രോസ് ആണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ആകെ 2 ദിവസത്തെ ഒരു ബേസൽ സിനിമയുടെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഡീസന്റ് തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. പക്ഷേ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു ബേസൽ ജോസഫ് സിനിമയുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ എന്ത് പറ്റി സിനിമയ്ക്ക് എന്നത് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. എന്തായാലും നാളത്തെ കളക്ഷൻ അറിയാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലെ ബോക്സ് ഓഫീസിൽ സിനിമ മിന്നിക്കട്ടെ എന്ന് ആശംസിക്കാം. 5-10 കോടി റേഞ്ചിലാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. കാത്തിരിക്കും നുണക്കുഴി എന്ന സിനിമയുടെ അടുത്ത ദിവസങ്ങളിൽ ഇതുൾപ്പെടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് അറിയാനായിട്ട്.